കാസർഗോഡ് പെരിയ ഇരട്ടക്കൊല കേസിൽ കോടതി വെറുതെ വിട്ട 10 പേരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുടുംബം അമൃത വാർത്തകളോട് പറഞ്ഞു. ഈ കാര്യത്തിൽ ശിക്ഷാവിധിക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വവുമായി ആലോചന നടത്തും. കല്യാട്ടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും നമ്മുടെ പ്രതിനിധി അനൂപ് നിലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പെരിയ ഇരട്ടക്കൊല കേസിലെ നിർണായകമായ അന്തിമ വിധി ജനുവരി 3 വരാനിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം അതിന് കാതോർത്തിരിക്കുകയാണ്. കേസിൽ 14 പേരെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. അതേസമയം 10 പേരെ വെറുതെ വിട്ടു. ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബം ഇപ്പോൾ നമ്മോടൊപ്പം സ്മൃതി മണ്ഡപത്തിൽ നിന്നും ചേരുകയാണ്. 10 പേരെ വെറുതെ വിട്ടിട്ടുണ്ട്. അതേസമയം 14 പേരെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാനിരിക്കുകയാണ്. എന്തു തോന്നുന്നു? കുറ്റക്കാരെ കണ്ടെത്തിയതിൽ അതിയായ സംതൃപ്തിയുണ്ട്. കോടതിയെ ബഹുമാനിക്കുന്നു. ആ ഒരു വിശ്വാസമുണ്ട്. അതിന് തക്കതായ ശിക്ഷ ഈ 14 പേർക്കും കിട്ടുന്നുള്ള ഒരു മാനസികമായ ഒരു ഉള്ളിൽ വലിയൊരു വിശ്വാസമുണ്ട്. അതിന് ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് അവരെന്ത് ക്രൂരകൃത്യമാണ് ചെയ്ത് അതിന് തക്ക ശിക്ഷ കിട്ടുന്നുള്ളൊരു ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പങ്കാളികളായ 10 പേർ പുറത്ത് പോകുമ്പോൾ അതിലുള്ള ഒരു നീരസം നമ്മുടെ മനസ്സിനകത്തുണ്ട്. അതിപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെയാണ് അവരെ ഈ നിയമത്തിൻ്റെ മുമ്പിൽ തന്നെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഈ വിധി പൂർണ്ണമായി വന്നതിന് ശേഷം നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ച് നമ്മുടെ പാർട്ടിയും അതുപോലെ അഡ്വക്കേറ്റുമാർ അതുപോലെ ആൾക്കാരൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ഇതിൻ്റെ നിയമവശത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം എങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ള അവിടെ തീരുമാനിക്കണം നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് വളരെയധികം ആത്മസംതൃപ്തിയുണ്ട്, പക്ഷെ ചെറിയൊരു നിരാശയുണ്ട്. വക്കീൽ CK വക്കീൽ ആദ്യം ഉണ്ടായിരുന്ന അദ്ദേഹം കൂറുമാറിപ്പോയത് ഇതിന് ഒരു വിഘാതം സൃഷ്ടിച്ചു എന്നല്ല തോന്നലുണ്ടോ? അല്ല, അയാൾ കൂറുമാറി പോയതിൽ നമ്മൾക്ക് വളരെ വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഇതിന് ബാധിക്കാനൊന്നും ഇന്നില്ല. അയാളുടെ പാണ്ഡിത്യമൊക്കെ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കാരണം അയാൾ വക്കാലത്ത് ഏറ്റെടുത്തത് KB കുഞ്ഞിരാമനെയും അതുപോലെ തന്നെ മണികണ്ഠനെയും ഇതുപോലുള്ള പ്രമുഖരെയാണ്, പാർട്ടിയിലെ ഉന്നതരായ ആൾക്കാർക്ക് വേണ്ടിയാണ് അയാൾ വക്കാലത്ത് ഏറ്റെടുത്ത്. പക്ഷെ അവർക്കൊക്കെ കുറ്റക്കാരായി കണ്ടെത്തി. പിന്നെ എന്ത് റോളാണെന്ന് അവർക്കില്ലേ? അത് മറ്റുള്ള കേസിന് പോലെയല്ല ഇയാൾ ഇതിനെ കൈകാര്യം ചെയ്ത്. ഇവിടെ വളരെയധികം അസ്വസ്ഥനാണ് അയാൾ. നമ്മുടെ തെളിവുകൾ നിരത്തലും നമ്മൾ കൃത്യമായ കോടതിയെ സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും ബോധിക്കുമ്പോഴും ഇയാളെ ഒരു കേസ് പൊട്ടിക്കുക എന്ന് വെച്ചാൽ എല്ലാം സത്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് പ്രതികളെ രക്ഷിക്കാൻ പോകുന്നത്. അതിവിടെ നടന്നില്ല. അത് ദൈവാനുഗ്രഹത്താൽ അയാളെ പാണ്ഡിത്യത്തെ തന്നെ വിഘ്നം വന്ന് ഇതോടുകൂടി തന്നെ അയാളെ വക്കീൽ പണി നിർത്തി പോകേണ്ടി വരും. ഈ കേരള ജനം മൊത്തം അദ്ദേഹത്തെ വെറുക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. ശരത് ലാലിൻ്റെ അമ്മ ലത അവർ നമ്മോടൊപ്പം ചേരുകയാണ്. വളരെ വൈകാരികമായിരുന്നു അന്ന് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ദിവസം. എന്ത് തോന്നുന്നു നമുക്ക്? ഇവിടെ ഇനിയിപ്പോൾ നിർണായകമായ വിധിക്ക് എത്രയല്ലേ ദിവസം? 14 പേരെ കുറ്റക്കാരാക്കിയതിൽ ആശ്വാസമുണ്ട്. അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ നല്ല വിശ്വാസമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വിഷമെന്ന് വെച്ചാൽ ഈ 10 പേരെ പുറത്തിറക്കിയതിലാണ്. ഇപ്പോൾ ശരത് ലാലിൻ്റെ സഹോദരി അമൃത നമുക്കൊപ്പം ഉണ്ട്. അമൃത, എന്തു പറയുന്നു? ഈ കോടതിയിൽ നിന്നുള്ള അന്തിമ വിധിക്കിനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? പ്രതീക്ഷയുണ്ട്, ഒരുപാട് പ്രതീക്ഷയുണ്ട്. എന്തായാലും 14 പേരെ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ നല്ല ശിക്ഷ തന്നെ കോടതി വിധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതിന്. ആ ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ളത്. 10 പേരെ പുറത്താക്കിയതിലുള്ള ഒരു സങ്കടമുണ്ട്. എന്താണെന്നറിയില്ല. അതൊക്കെ വിധിക്ക് ശേഷം ആലോചിച്ച് ഞങ്ങൾ കുടുംബവും പാർട്ടിയുമായൊക്കെ ആലോചിച്ച് പിന്നീട് അങ്ങോട്ടുള്ള നിയമ നടപടിയായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇപ്പോൾ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെ അമ്മ ബാലാമണി നമുക്കൊപ്പം ചേരുകയാണ്. അമ്മ, എങ്ങനെ സധൈര്യം എങ്ങനെയാണ് മുന്നോട്ട് പോയതിൻ്റെ ഒരു ഫലം കണ്ടെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. എന്നാലും 10 പേര് പുറത്തില്ലെങ്കിൽ വിഷമമുണ്ട്. അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടമ്മമാർക്ക് വന്ന പോലെ ഒരമ്മമാർക്കും ഈ വിധി വരാൻ പാടില്ല. കോടതിയോട് പ്രാർത്ഥിക്കുന്നു. നല്ലതാവും. കൃപേഷിൻ്റെ പിതാവ് കൃഷ്ണൻ അദ്ദേഹമുണ്ട്. അദ്ദേഹം ദീർഘനാളായി ഇതിൻ്റെ പിറകെ തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയാണ് അന്തിമ വിധി വരാനിരിക്കുമ്പോൾ താങ്കൾക്ക് ഒരു സമാധാനമുണ്ട്? 14 പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കോടതി നടപടിയിൽ. പക്ഷേ 24 പേരാണ് പ്രതികൾ. അതിൽ 14 പേരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. അവർക്ക് തക്കതായ ഒരു വധശിക്ഷ കൊടുക്കണം എന്ന് തന്നെ പ്രാർത്ഥന നമുക്കുണ്ട്. അതിൻ്റെ കൂടെ ഈ 10 പേരെ വെറുതെ വിട്ടതിൽ ഞങ്ങൾക്ക് ചെറിയ വേദനയുണ്ട്. അത് എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല. അതൊക്കെ അതിന് ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം ആലോചിച്ചുകൊണ്ട് നിയമ വക്കീൽമാരുമായിട്ട് ആലോചിച്ച് പാർട്ടിയായിട്ട്
അത് മുമ്പോട്ട് പോകാനാണ് പരിപാടി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ജനുവരി 3 അന്തിമ വിധി വരാനിരിക്കെ നിരവധി പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഈ കുടുംബം കേസുമായി മുന്നോട്ട് പോയി CBIയെ സമീപിച്ച് ഇപ്പോൾ അന്തിമ വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. 10 പേരെ വെറുതെ വിട്ട സംഭവത്തിൽ തുടർ നടപടികളുമായി നിയമ നടപടികളുമായി അഡ്വക്കേറ്റുമാരുമായി കൂടിയാലോചിച്ച് കുടുംബം മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.